നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദം, അതിനുശേഷം നമ്മുടെ CJPയുടെ നേതൃത്വത്തിൽ നടന്ന സമരം, ആ സമരം അക്രമാസക്തമായത്, പിന്നീട് സർക്കാരിന് അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുട്ടുമടക്കേണ്ടി വന്നത്, പിന്നീട് നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിലൂടെ ലൈവായി, അല്ലെങ്കിൽ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ ആക്റ്റീവായത്, അദ്ദേഹത്തിൻ്റെ ലൈവ് വീഡിയോകൾ, അതെല്ലാം കഴിഞ്ഞ കുറേ നാളായി രാഷ്ട്രീയ ഭാരതം ചർച്ച ചെയ്തതാണ്. സത്യത്തിൽ യുവജനങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദി സർക്കാരിനുള്ള പിന്തുണ കുറയുകയാണോ? അങ്ങനെ ഒരു തോന്നൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ വലിയ സമരം ആരംഭിച്ചത്. ആ സമരം പിന്നീട് പ്രതിപക്ഷം ആയിട്ടുള്ള കോൺഗ്രസ് അടക്കമുള്ളവർ ഏറ്റെടുക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നീട് ഈ CJPയുമായിട്ടുള്ള ചർച്ചകൾ നടന്നു. സോനം വാങ്ചുക്ക് നിരാഹാര സമരം നടത്തുന്നു, അവസാനിപ്പിക്കുന്നു. CJP പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയിൽ 3 ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വഴങ്ങുന്നു. അത് പിന്നീട് സമരം പിൻവലിക്കുന്ന നിലയിലേക്ക് പോകുന്നു. അതിനുശേഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം CJP നേതാക്കളിൽ നിന്ന് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ആക്സെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം മാപ്പ് നൽകിയതിനെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ചില സമൂഹ മാധ്യമ പ്രചരണങ്ങൾ നടന്നു. ഇതിലെല്ലാം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ അഭിജിത്ത് ദീപ്കയുടെയും CJP നേതാവ് അഭിജിത്ത് ദീപ്കയുടെയും ഒക്കെ പങ്ക് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ത്യൻ യുവജനത ആരോടൊപ്പം നിൽക്കുന്നുവെന്ന് രാജ്യത്തിന് അറിയാൻ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ വോട്ടർ സർവേ ഫലം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. അതായത് യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം പോപ്പുലറായിട്ടുള്ള നേതാവ് ആര് എന്ന് കണ്ടെത്താനാണ് ഈ സർവേ നടത്തപ്പെട്ടത്. ആ സർവേയിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് 39.8% യുവാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നു എന്നാണ്. അതായത് ഇതൊരു ചെറിയ സംഖ്യയല്ല. തൊട്ടടുത്ത് കോൺഗ്രസ് ഉണ്ട്, കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുണ്ട്. 27.9% ആളുകളാണ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഈ യുവജനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എത്തിയിട്ടുള്ളത്. 12.6% നമ്മുടെ CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് യുവജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത്. CJP സമരമൊന്നും ആ പിന്തുണയെ ബാധിച്ചിട്ടില്ല എന്നു മാത്രമല്ല, യുവജനതയെ ഒപ്പം നിർത്താനായി സർക്കാർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ, സോഷ്യൽ മീഡിയയിലടക്കം നടത്തുന്ന ഇടപെടലുകൾ, അത് ഈ പിന്തുണ വർദ്ധിപ്പിക്കും എന്നും വിലയിരുത്തലുകളുണ്ട്. വോട്ടർ സർവേ പുറത്തിറങ്ങിയ സർവേ അനുസരിച്ച് 39.8% നരേന്ദ്രമോദിക്കും 27.9% രാഹുൽ ഗാന്ധിക്കുമാണ്. അതായത് തൊട്ടു പിന്നിലുള്ള സ്ഥാനാർത്ഥിയിൽ നിന്നും 12% വ്യത്യാസമാണ്, 12% വർധനവാണ്, 12% ലീഡാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 18 വയസ്സിനും 29 വയസ്സിനും ഇടയിലുള്ള ഏജ് ഗ്രൂപ്പ് ശക്തമായ പിന്തുണയാണ്, വളരെ ശക്തമായ പിന്തുണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്നത്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ ഔട്ട്റീച്ച് കൂടി ഇതിന് കാരണമായിട്ടുണ്ട്. അദ്ദേഹം ഇൻസ്റ്റ പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ CJPയുടെ സമരം അക്രമാസക്തമായതിന് ശേഷം അദ്ദേഹം കാര്യങ്ങൾ നേരിട്ട് വിശദീകരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഈ ആശയവിനിമയം പ്രധാനമന്ത്രി മോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ അതൊട്ടും കുറയുന്നില്ല എന്നതിൻ്റെ ശാസ്ത്രീയമായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വോട്ടർ സർവേ നടത്തിയ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തിൻ്റെ യുവാക്കൾ ഇപ്പോൾ നരേന്ദ്രമോദിയിൽ വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ലെന്നുമാണ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞങ്ങൾ പറയും, അത് നരേന്ദ്രമോദി കേൾക്കണമെന്ന നിലപാടാണ് അഭിജിത്ത് ദീപ്കയ്ക്കുള്ളത്. ഇത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായും ഈ നരേന്ദ്രമോദിക്കൊപ്പം യുവാക്കളെ അണിനിരത്താൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ പുതിയ സർക്കാർ പദ്ധതികൾ, പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചുകൊണ്ടുള്ള വിദേശ നയം, മറ്റ് രാജ്യങ്ങൾ, അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള കച്ചവടം, ഇതെല്ലാം തീർച്ചയായും നരേന്ദ്ര
നരേന്ദ്രമോദി സർക്കാരിന് 100 മാർക്ക് ഭാരതത്തിലെ യുവജനങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. CJPയുടെ സമരം ഒരു കാരണവശാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവജന പ്രീതിയെ ബാധിച്ചിട്ടില്ലെന്നാണ് ഈ സർവേ പറയുന്നത്. 12% വർധനവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ഇടയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന.